അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഓർമ്മ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മരണം വരേക്കും അവൻ്റെ ഓർമ്മയെ നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ അല്ലാഹു തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹം നേടിയെടുക്കുവാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചതായി കാണാൻ കഴിയും. 3 കാര്യങ്ങൾ ഒരാൾ പിന്തുടർന്നു വന്നാൽ അവൻ്റെ ഓർമ്മ അള്ളാഹു വികസിപ്പിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിലൊന്നാമത്തേത് മിസ്വാക്ക് ചെയ്യുക, പല്ലു തേക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല്ലു തേക്കൽ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. വുളൂഇന് വേണ്ടിയും നിസ്കാരത്തിന് വേണ്ടിയും ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും ഉറക്കിലേക്ക് പോകുമ്പോഴും അങ്ങനെ പല പല നിലയിലും നമുക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വികസനത്തിന് ബുദ്ധിപരമായ വികാസം സൃഷ്ടിക്കുവാൻ അത് നമ്മെ ഉപകരിക്കുന്നതാണ്. മരണമാസന്നമായ വ്യക്തിക്ക് നിങ്ങൾ മിസ്വാക്ക് ചെയ്തു കൊടുക്കുക എന്ന് കാണാൻ കഴിയും. കാരണം അതിലൂടെ അവൻ്റെ ഓർമ്മ നിലനിർത്തുവാനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമ ഉച്ചരിച്ച് മരണം പുൽകുവാനും അവന് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉന്നമനങ്ങൾ നമുക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക എന്നതിലൂടെ നോമ്പ് നോൽക്കുമ്പോൾ നമുക്ക് നേടാൻ സാധിക്കുന്നത് ആത്മീയമായ ഉന്നതികളാണ്. മാനസികമായ ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ് നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ഒരാളുടെ ഓർമ്മശക്തി വികസിക്കുന്നു എന്നുള്ളത്. അതുപോലെ ശാരീരികമായിട്ടും നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ധാരാളം ഗുണങ്ങൾ അവന് വന്നു ചേരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഓർമ്മ നിലനിർത്തുവാൻ, ഓർമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്നാമത്തൊരു കാര്യമാണ് ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നത് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ദിനേന ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ തീർച്ചയായും അവൻ്റെ സജീവമായ ഓർമ്മകൾ നിലനിർത്താൻ അവന് സാധിക്കും എന്നുള്ളതാണ്. തീരെ ഖുർആൻ ഓതാത്തവൻ പൊളിഞ്ഞ വീട് പോലെയാണ് എന്നാണ്. അതിൽ യാതൊരു ഉപകാരവുമില്ലാത്ത ജീവച്ഛവത്തെപ്പോലെ അവൻ ജീവിച്ചു തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവൻ്റെ ഓർമ്മ അവനെ നിലനിർത്താൻ സഹായിക്കുന്നത് തീർച്ചയായും ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക, നോമ്പ് അനുഷ്ഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നിവയുടെ നിർവഹണത്തിലൂടെ തീർച്ചയായും നമുക്ക് നമ്മുടെ ഓർമ്മ നിലനിർത്താൻ സാധിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരേക്കും ഓർമ്മ നിലനിർത്തുവാനും സജീവമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.